ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിത്രത്തിൽ കാണുന്ന പോലെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലെ സ്റ്റാറായി മാറിയ നമ്മുടെ ടീച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലെ ഓരോ കുഞ്ഞുങ്ങളും എത്ര ഇഷ്ടത്തോടു കൂടിയാണ് ആ വീഡിയോ കണ്ടത് അല്ലേ? എത്ര തന്മയത്വത്തോടു കൂടിയാണ് ടീച്ചർ ആ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ടീച്ചറെ കണ്ടാലോ? കാണാ ടീച്ചറെ കാണാൻ ഇഷ്ടമാണോ? നല്ല ഇഷ്ടാ? ടീച്ചറിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ടീച്ചർ ഇന്നലെ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടോ? എന്നെ കഥയെ പറഞ്ഞേ? പൂച്ചയുടെ കഥ പറഞ്ഞല്ലേ? സൂപ്പറായിരുന്നല്ലേ? നമുക്ക് വെച്ച് നോക്കാം. പൂച്ചയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ടീച്ചർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പൂച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ടോ? എങ്കിലേ നമ്മുടെ കഥയിലെ പൂച്ചയെ ഒന്ന് കണ്ടു നോക്കിയാലോ? ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച. ആക്ച്വലി ടീച്ചറിന്റെ മുമ്പിൽ കുട്ടികളൊന്നും ഇല്ല, പക്ഷെ ടീച്ചർ അത് ഫീൽ ചെയ്യുന്നില്ല. ടീച്ചറിന്റെ മുമ്പിൽ കുട്ടികളുള്ള പോലെ വളരെ നാച്ചുറലായിട്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ് ഓൺലൈൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വെളുപ്പുണ്ടല്ലേ? പിന്നെ ഏത് കളറാ ഉള്ളത്? ചാര നിറത്തിലും കണ്ടിട്ടുണ്ടല്ലേ? അപ്പോഴേ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച. ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ? കളിയാക്കുന്നവരിതൊന്ന് കണ്ടു നോക്കി എത്ര ശ്രദ്ധിച്ചാണ് ആള് കേട്ടിരിക്കുന്നത് ടീച്ചറിന്റെ ഓരോ വാക്കുകളെന്ന്. ഇവന് ഒരുപാട് പ്രായമൊന്നുമില്ല, 4 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോഴേ അവൻ ടീച്ചറിന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ പിന്നെ അവന് ട്രോൾ ഇടുന്നതിന് വല്ല അർത്ഥമുണ്ടോ? എന്നോ? പിന്നെ എന്ത് പേരാ വിളിക്കുക? മിട്ടുവെന്നോ? അപ്പൊ നമുക്കൊന്ന് ഇവനെ മിട്ടൂന്ന് വിളിച്ചു നോക്കിയാലോ? എല്ലാവരും ഒന്ന് ഒരുമിച്ച് വിളിച്ചു നോക്കിയേ. നമ്മൾ എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. എങ്കിലും ഇതിനെ കളിയാക്കി വിമർശിച്ചും ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ? അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലല്ലോ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ ഓൺലൈൻ ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ കാണുക, കുട്ടികൾ അത് ആസ്വദിക്കുക, കുട്ടികൾ പഠിക്കുക. അതിനെ ട്രോൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. ഇനി നിങ്ങൾ മാത്രം ഒന്ന് വിളിച്ചു നോക്കിയേ. നല്ല മക്കളാണല്ലോ. നമുക്ക് ഒന്ന് ഇത്തിരി സ്നേഹത്തോടെ വിളിച്ചു നോക്കാം. എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. ടീച്ചറുടെ എല്ലാ ചോദ്യത്തിനും റിപ്ലൈ ചെയ്യുന്നുണ്ട്, ആംഗ്യത്തിലൂടെ ആണെങ്കിലും പറഞ്ഞാണെങ്കിലും. അപ്പൊ ടീച്ചറിന്റെ അവതരണം മികച്ചതാണല്ലേ എൻ്റെ അർത്ഥം. കഥയിലെ പൂച്ചയെ ഒന്ന് കണ്ടു നോക്കിയാലോ? ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച. ഇതിനെ എല്ലാവർക്കും ഇഷ്ടായോ? നിങ്ങൾ കണ്ടിട്ടുള്ള പൂച്ചയുടെ നിറം എന്തൊക്കെയാ? ഏതാ? കറുപ്പുണ്ടല്ലേ? പിന്നെയോ വെളുപ്പുണ്ടല്ലേ? ചാര നിറത്തിലും കണ്ടിട്ടുണ്ടല്ലേ? ഇവിടെ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച. ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ? ഇവന് നമുക്കൊരു പേരിട്ടാലോ? എന്റെ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്. എന്താ? കിങ്ങിണിയെന്നോ? പിന്നെയോ പങ്കു എന്നോ? നീ എന്ത് പേരാ വിളിക്കുക? അപ്പൊ നമുക്കൊന്ന് ഇവനെ മിട്ടൂന്ന് വിളിച്ചു നോക്കിയാലോ? എല്ലാവരും ഒന്ന് ഒരുമിച്ച് വിളിച്ചു നോക്കിയേ. നമ്മൾ എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. മാത്രം ഒന്ന് വിളിച്ചു നോക്കിയേ. നല്ല മക്കളാണല്ലോ. നമുക്ക് ഒന്ന് ഇത്തിരി സ്നേഹത്തോടെ വിളിച്ചു നോക്കാം. എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. അങ്ങനെ നമ്മുടെ കഥയിലെ ഇവന് നമ്മൾ പേരിട്ടല്ലേ? ഇത് പേരാ മിട്ടുപൂച്ച. അപ്പോൾ ടീച്ചറിന്റെ ക്ലാസ് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പം ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും. തുടർന്നും ഇതുപോലെ നന്നായിട്ട് വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.